നമസ്കാരം. കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനമാണ് തൃശ്ശൂർ. ആ തൃശ്ശൂരിൽ വന്നിട്ടുള്ള ആളുകളും അതുപോലെ തന്നെ തൃശ്ശൂർകാരുമൊക്കെ ഭാരത് ഹോട്ടൽ എന്നു പേരുള്ള സ്ഥാപനത്തെക്കുറിച്ച് അറിയാതിരിക്കാൻ വഴിയില്ല. പഴയ ഒരു ഹോട്ടലാണ്, നല്ല വെജിറ്റേറിയൻ ഭക്ഷണം കിട്ടുന്ന ഒരു ഹോട്ടലാണ്. വേറെയും ഹോട്ടലുകളുണ്ട്, പക്ഷേ ഒരുപാട് പഴയ ഹോട്ടൽ, അതുപോലെ തന്നെ നല്ല ഭക്ഷണം കിട്ടുന്ന ഹോട്ടൽ എന്ന നിലക്ക് ഈ ഭാരത് എന്നുള്ള പേര് എല്ലാവരും ഓർത്തു വെക്കും. എന്നാൽ ഇപ്പോൾ തൃശ്ശൂർ നഗരത്തിൽ മറ്റൊരു സാധനം കൂടെ ഈ പേരിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. സഞ്ചരിക്കുന്ന വാഹനത്തിൽ നിന്ന് കിട്ടിയവർക്ക് കിട്ടി. ഇതാണ് സാധനം, അതായത് ഭാരതരി. തൃശ്ശൂർ എടുക്കുമെന്ന് പറഞ്ഞൊരു വ്യക്തി നടക്കുന്നുണ്ട്, കുറച്ചു കാലമായി നടക്കാൻ തുടങ്ങിയിട്ട്. ഇയാൾക്ക് വേണ്ടി ഒരുപാട് പരിപാടികൾ തൃശ്ശൂരിൽ ആസൂത്രണം ചെയ്തു. മോദി 2 തവണ വന്നു കഴിഞ്ഞു, ഇനിയും തൃശ്ശൂർ വരാനുള്ള സാധ്യതയുണ്ട്. അവസാനം ഇപ്പോൾ അരിക്കച്ചവടവും തുടങ്ങിയിരിക്കുകയാണ്. നാണമില്ലേ സംഘികളെ എന്ന് ഞാൻ ചോദിച്ചു പോവുകയാണ്. അതായത് ഏതെങ്കിലും നിലക്ക് 4 വോട്ട് കിട്ടുന്നതിന് വേണ്ടി മാതാവിൻ്റെ തലയിൽ കിരീടം ചൂടി. അത് വലിയ പ്രശ്നമായി, അതായത് നാണക്കേടായി. ആ കിരീടം മാതാവ് തന്നെ തട്ടിത്തെറിപ്പിച്ചു. ഇപ്പോൾ അരിക്കച്ചവടം തുടങ്ങി. അതായത് സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് റേഷൻ കടകൾ വഴി 10 രൂപക്ക് ലഭിച്ചിരുന്ന ആ അരിയുടെ വിഹിതം വെട്ടിക്കുറച്ച് 10 കിലോയുടെ അരി, അതായത് 10 കിലോന്റെ ചാക്കിലാക്കി അത് 29 രൂപക്ക് കൊടുത്ത ആളുകളെ പറ്റിക്കുകയാണ്. ഏതൊക്കെ നിലക്കാണ് ആളുകളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത്? മാതാവിൻ്റെ തലയിൽ കിരീടം ചൂടുന്നു. തൊട്ടടുത്ത ദിവസം പുത്തമ്പള്ളിയും പാലയൂർ പള്ളിയും ഒക്കെ ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. പാലയൂർ പള്ളി ശിവക്ഷേത്രമായിരുന്നു എന്നാണ് ഒരു ഹിന്ദു ഐക്യവേദി നേതാവ് പറഞ്ഞത്. അതായത് ഇവന്മാരുടെയൊക്കെ മനസ്സിലിരിപ്പ് ഒന്ന് നോക്കണം. ഇവിടെ തൃശ്ശൂർ ജില്ലയിൽ ക്രൈസ്തവ ദേവാലയങ്ങളാണ് ഇവർ ലക്ഷ്യമിട്ടിരിക്കുന്നത്. മാർ ആൻഡ്രൂസ് താഴത്ത് പിതാവ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഒരു മറുപടി കൊടുത്തിട്ടുണ്ട്. അതായത് ചരിത്രം വളച്ചൊടിക്കുന്നു എന്ന് പിതാവ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എനിക്ക് പിതാവിനോടൊരു അപേക്ഷയുണ്ട്. ചരിത്രത്തെക്കുറിച്ച് ഇവന്മാരോട് പറഞ്ഞു പോകരുത്. ചരിത്രം എന്ന് പറയുന്ന സാധനം തന്നെ ഇവറ്റകൾ കണ്ടിട്ടില്ല. ശാഖയിൽ നിന്നും പറഞ്ഞു കൊടുക്കുന്ന ചരിത്രം മാത്രമേ അറിയൂ. അതായത് ചരിത്രം വളച്ചൊടിച്ച് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഇവന്മാരെ ഇറക്കി വിടും. അതാണ് ഇവർ തലയിൽ കയറ്റി നടക്കുന്നത്. ഇവർ ഒരു സുപ്രഭാതത്തിൽ പാലയൂർ പള്ളി ശിവക്ഷേത്രമാണ്, അതുപോലെ തന്നെ അപ്പുറത്ത് കാണുന്ന പള്ളി ശിവക്ഷേത്രമാണ് എന്നൊക്കെ പറഞ്ഞ് ഇവർ രംഗത്തെത്തും. കാരണം ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരെ പഠിപ്പിച്ചു വിടുന്നത് അതേ രീതിയിലാണ്. മാതാവിൻ്റെ തലയിൽ ചൂടിയ ആ കിരീടം എന്തായിരിക്കും? ആ കിരീടം ചൂടിയപ്പോൾ അതിന് പിന്നിലുണ്ടായിരുന്ന ഒരു ഉദ്ദേശം എന്നുകൂടെ പ്രിയപ്പെട്ട പിതാവും അതുപോലെ തന്നെ ജില്ലയിലെ ക്രൈസ്തവ വിശ്വാസവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളും മനസ്സിലാക്കണം. ഈ കിരീടം ഇനി കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം പള്ളിക്കകത്തു നിന്ന് തന്നെ ഇവർ കണ്ടെടുക്കും. അതായത് ഞങ്ങളുടെ നേതാവ് സുരേഷ് ഗോപിയുടെ കയ്യിലുണ്ടായിരുന്ന കിരീടമാണ് ഇത്, അവരുടെ ഏതെങ്കിലും ദൈവത്തിൻ്റെ തലയിൽ ചൂടാൻ വേണ്ടി കൊണ്ടുപോയതാണ്. എന്തായാലും ആ ദൈവം ഉണ്ടായിരുന്നത് പുത്തമ്പള്ളിയിലാണ്, അതുകൊണ്ട് പുത്തമ്പള്ളി ഞങ്ങളുടെയാണെന്ന് പറയും. അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ കുഴിച്ചെടുക്കും. പാലയൂർ പള്ളിയുമായി ബന്ധപ്പെട്ടും ഇത്തരത്തിൽ തന്നെയാണ് ഇവരുടെ ഉദ്ദേശം. എന്തായാലും ഒരു കാര്യം ക്രൈസ്തവ വിശ്വാസികൾ മനസ്സിലാക്കണം. തൃശ്ശൂരിൽ അവർ ലക്ഷ്യം വെച്ചിരിക്കുന്നത് ക്രൈസ്തവ വിശ്വാസവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളെയാണ്. മറ്റ് സ്ഥലങ്ങളിൽ മുസ്ലിങ്ങളെയാണ് അവർ ലക്ഷ്യം വെച്ചിരിക്കുന്നത്. ഇനി എന്നാണ് തൃശ്ശൂരിൽ മുസ്ലിങ്ങളുടെ നെഞ്ചത്ത് കയറാൻ വരുന്നത് എന്ന് നമുക്കറിയാൻ കഴിയില്ല. കാത്തിരുന്ന് കാണാം എന്ന് മാത്രമേ ആ വിഷയത്തെക്കുറിച്ച് പറയാൻ കഴിയുകയുള്ളൂ. എന്തായാലും ഒരു കാര്യം മനസ്സിലാക്കുക. ഈ കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ പങ്കെടുത്ത ഒരു വലിയ സമരം നടന്നു. ഈ സമരവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതാക്കൾ ആ സമരത്തിൽ പങ്കെടുക്കില്ല എന്ന് പറഞ്ഞ ആ സമരത്തെക്കുറിച്ച് മോശമായ രീതിയിലുള്ള പല പ്രതികരണങ്ങളും രേഖപ്പെടുത്തി. ഒരു കാര്യം ഞാൻ പറയട്ടെ, ദേശീയ ശ്രദ്ധയാകർഷിച്ച ഒരു സമരമായിരുന്നു. മുന്നോട്ട് വെച്ച കാര്യങ്ങൾ നടന്നോ ഇല്ലയോ എന്നുള്ളതല്ല. കോൺഗ്രസ് പലപ്പോഴും ചെറുതാവുകയാണ്. കോൺഗ്രസിൻ്റെ AICC അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ മുഖ്യമന്ത്രി നയിച്ച ആ സമരവുമായി ബന്ധപ്പെട്ട് അത് ശരിയായ സമരമായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി, VD സതീശനും പാർട്ടിയുമൊക്കെ ആ സമരത്തെ പുച്ഛിച്ചു തള്ളി. ഇവിടെ പഞ്ചാബും അതുപോലെ തന്നെ ഡൽഹിയും ഒക്കെ ഈ സമരവുമായി ബന്ധപ്പെട്ട് സഹകരിക്കാൻ തയ്യാറായി. കപിൽ സിബൽ ഉൾപ്പെടെയുള്ള ദേശീയ നേതാക്കന്മാർ ഈ സമരവുമായി ബന്ധപ്പെട്ട് സഹകരിക്കാൻ തയ്യാറായി. ഒരു ദേശീയ ശ്രദ്ധ ആ സമരത്തിനുണ്ടായി, ദേശീയ ശ്രദ്ധ ആകർഷിച്ചു. അതേസമയത്ത് കോൺഗ്രസ് തരം താഴുകയാണ്, തുടർച്ചയായി തരം താഴ്ന്നുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ കോൺഗ്രസ് അധികാരത്തിൽ വരും എന്ന രീതിയിലുള്ള ഒരു ചർച്ചകൾ നടന്നിരുന്നു. എന്നാൽ കോൺഗ്രസിൻ്റെ കയ്യിലിരിപ്പ് കൊണ്ട് കോൺഗ്രസ് തുടർച്ചയായി പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു നേതൃത്വത്തെ മാറ്റി നല്ല ഒരു നേതൃത്വത്തെ കേരളത്തിൽ കൊണ്ടുവന്നില്ലെങ്കിൽ കോൺഗ്രസിൻ്റെ അവസ്ഥ
പരിതാപകരമായിരിക്കും എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. പ്രത്യേകിച്ച് തൃശ്ശൂർ എടുക്കുമെന്ന് പറഞ്ഞ് എന്ത് കോപ്രായവും കാട്ടിക്കൂട്ടുന്ന സുരേഷ് ഗോപിയെ പോലുള്ളവർ തൃശ്ശൂരിൽ മത്സരിക്കുന്നുണ്ട്. 3-ാം സ്ഥാനത്തേക്ക് പോകാതിരിക്കാൻ കോൺഗ്രസ് ശ്രദ്ധിക്കണം. കഴിഞ്ഞ തവണ കോൺഗ്രസ് വിജയിച്ചിട്ടുണ്ട് തൃശ്ശൂരിൽ, അക്കാര്യമൊന്നും മറക്കുന്നില്ല. പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ എതിർക്കാൻ വേണ്ടി എന്ത് വിവരക്കേടും കോൺഗ്രസ് വിളിച്ചു പറയുന്ന ഒരു സാഹചര്യം നമുക്ക് മുന്നിലുണ്ട്. അതെന്തായാലും കോൺഗ്രസിന് ഗുണം ചെയ്യില്ല, ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ഗുണം ചെയ്യില്ല എന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്.